ഞങ്ങളുടെ ഒരു വാർത്ത വല്ലാതെ പാളിപ്പോയെന്ന് ജനം ഒന്നടങ്കം പറയുന്നു. ഞങ്ങളുടെ ഒരു വാർത്ത വല്ലാതെ പാളിപ്പോയെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പ്രതികരിച്ചപ്പോൾ അതേക്കുറിച്ച് എന്തുകൊണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൈക്കാരി വലിയ ചർച്ചാ വിഷയമായിരുന്നു പൂങ്കാവള്ളിയിലെ സുജ. പൂങ്കാവലി അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയിൽ, ലാറ്റിൻ പള്ളിയാണ്, അവിടെ ഇങ്ങനൊരു സംഭവം നടന്നത് വലിയ വാർത്തയായിരുന്നു. MJTVയും ഏറെ സന്തോഷത്തോടെ ഒപ്പം ഒത്തിരി അഭിമാനത്തോടെ ഈ വാർത്ത പുറത്തുവിട്ടു. എന്നാൽ ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ അനേകർ വളരെ സത്യസന്ധതയോടെ ഞങ്ങളോട് പറഞ്ഞു, ഇത് കേരള സഭയിലെ ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തിലുള്ള ഇതിനോട് സമാനമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഇടവകകളിൽ സംഭവിച്ചിട്ടുണ്ട്. കേരള സഭ ഇതിനു മുമ്പേ തന്നെ മാതൃക കാട്ടിയിട്ടുമുണ്ട്. ഇത്തരം പ്രതികരണങ്ങൾ കമൻറ്റുകളിലൂടെയും പരിചയമുള്ള സുഹൃത്തുക്കൾ വഴിയും നേരിട്ടും അല്ലാതെയും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും പ്രേക്ഷകരെ ഇതറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതിനാണ് ഈ വീഡിയോ. ഉദാഹരണത്തിന്, വളരെ മുമ്പ് തന്നെ കല്യാൺ രൂപതയിൽ ഇത് നടന്നതിനെക്കുറിച്ച് എറണാകുളം അതിരൂപതയിലെ വികാരി ജനറൽ പാലക്കപ്പള്ളി അച്ഛൻ സംസാരിച്ചു. അച്ഛൻ പുറത്തുവിട്ട വിവരം ഇങ്ങനെയാണ്. ഞാൻ 1999-2002 വർഷങ്ങളിൽ കല്യാൺ രൂപതയിൽ വർക്ക് ചെയ്തു. കുർള, ജെറിമറി, കിരോൾ എന്ന് 3 ഇടവകളിലാണ് വർക്ക് ചെയ്തത്. അതിൽ കുർള എന്ന് പറയുന്ന പാരീഷ്, ആ പാരീഷിൽ സാറാമ ഡേവിസ് എന്ന് പറയുന്ന തൃശ്ശൂരുകാരത്തി ചെഴുത്തിയാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ കൈക്കാരൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ ഒരു രൂപതയാണ് കല്യാൺ രൂപത. ഈ കല്യാൺ രൂപതയിലെ 3-4 വർഷക്കാലം 1999കളിലും 99കളുടെ അവസാന കാലത്തും 2000ന്റെ തുടക്കത്തിലുമായി 2002 വരെയുള്ള കാലഘട്ടം പാലക്കപ്പള്ളി അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ഈ സമയം കുർള ഇടവകയിൽ തൃശ്ശൂർക്കാരിയായ ഒരു ചേച്ചി ട്രസ്റ്റി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സാറാമ ഡേവിസ് എന്ന പേരുള്ള ഈ ചേച്ചിയാണ് കേരളത്തിൽ സീറോ മലബാർ സഭയിൽ നിന്ന് കൈക്കാരൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത. അച്ഛൻ പങ്കുവെച്ച ഒരു അറിവാണിത്. കാലഘട്ടം പറഞ്ഞു, ഇടവകയും സ്ഥലവും പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട ചേച്ചിയുടെ പേരും പറഞ്ഞ് വെളിപ്പെടുത്തിയാണ് അച്ഛനിത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് സമാനമായ ഒരു വാർത്ത ഓസ്ട്രേലിയയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട രൂപതക്കാരനായ ക്ലെമന്റ് അച്ഛനും ഒരു വ്യക്തി വഴി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജോൺ കവലക്കാട് ജൂനിയർ എന്ന വൈദികൻ, അദ്ദേഹം സേവനം ചെയ്ത ഇടവകയിൽ കൈക്കാരൻ സ്ഥാനത്തേക്ക് വന്ന ഒരു ലേഡിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. എൻ്റെ ഇടവകയിൽ ഞാൻ സേവനം ചെയ്ത സെയിന്റ് ജോസഫ് ചർച്ച് പഴൂക്കര, അവിടെ ഒരു ലേഡി കൈക്കാരി ഉണ്ടായിരുന്നു, ലേഡി കൈക്കാരനുണ്ടായിരുന്നു. അത് ഏത് വർഷമായിരുന്നു അച്ഛാ? അത് 2009 ജൂലൈ തൊട്ട് 2010 ജൂലൈ വരെയാണ്. 2009 തൊട്ട് 2010 വരെ അല്ലേ? 2009 ജൂലൈ തൊട്ട് 2010 ജൂലൈ വരെയാണ്. ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ കൈക്കാരൻ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുട രൂപതയിലെ സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോ അനുസരിച്ച് ജൂലൈ 3-നാണ് ചാർജ് എടുക്കുക, ജൂലൈ 3-ന് തന്നെയാണ് അവസാനിക്കുക. സഭയുടെ പൊതുവായ രീതി അതാണ്. ആ രീതിയിൽ തന്നെയാണ് ആ ഇടവകയെ ഫോളോ ചെയ്യുന്നത്. ഇടവകയുടെ പേര് ഒന്ന് പറയുമോ അച്ഛാ? സെയിന്റ് ജോസഫ് ചർച്ച് പഴൂക്കര. സെയിന്റ് ജോസഫ് ചർച്ച് പഴൂക്കര. ഓക്കെ, താങ്ക് യു അച്ഛാ. ജോൺ കവലക്കാട് ജൂനിയർ എന്നാണ് ഈ അച്ഛൻ്റെ പേര്. അച്ഛൻ്റെ പേരിൽ മറ്റൊരു വൈദികനും ഉള്ളത് കൊണ്ടാണ് ഈ ജൂനിയർ എന്ന് അച്ഛൻ്റെ പേരിനോട് ഒപ്പം ചേർത്തിരിക്കുന്നത്. അച്ഛൻ്റെ വോയിസ് ന്യൂസിൽ ഞങ്ങൾ പങ്കുവെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കുറച്ചധികം കാര്യങ്ങൾ കൂടി ഞങ്ങളോട് പറഞ്ഞു. അതിങ്ങനെയാണ്, ഞങ്ങളൊരു അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അച്ഛൻ്റെ ഈ വോയിസ് ഞങ്ങൾ അതിൽ ഇട്ടോട്ടെ? അച്ഛൻ്റെ വോയിസ് ഇട്ടോ. അതായത് ഇതിനകത്ത് വോയിസ് ഇടുന്നതിനൊന്നും കുഴപ്പമില്ല. ഇതാണ് ഇതിന്റെ വാസ്തവം. ഞാനിപ്പോ ഈ പറയുന്നതാണ്. 2009 ജൂലൈ 3 മുതൽ 2010 ജൂലൈ 3 വരെയാണ് ഈ പറയുന്ന സെന്റ് ജോസഫ് ചർച്ച് പഴൂക്കര, അതായത് അമ്പഴക്കാട് ഫൊറോനയിലുള്ള പള്ളിയാണത്. അമ്പഴക്കാട് ഫൊറോന എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പുരാതനമായ പള്ളിയാണ്. AD 300-ൽ സ്ഥാപിതമായിട്ടുള്ളത്. അവിടെ നിന്ന് 1978 തിരിഞ്ഞു പോന്നിട്ടുള്ള പള്ളിയാണ് ഈ പറയുന്ന പഴൂക്കര സെയിന്റ് ജോസഫ് ചർച്ച്. അവിടെ 3 കൈക്കാരന്മാരാണ് പതിവ്. 600 ചില്ലാനും വീട്, 700 വീട്ടിൽ താഴെ അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ഒരു 3000-ഓളം ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്. അവിടെ 2 പുരുഷ കൈക്കാരന്മാര്, മെൻ കൈക്കാരന്മാരും ഒരു ലേഡി കൈക്കാരനുമാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പറയുന്ന വർഷത്തില് 2009 അവരുടെ പേര് ബേബി ബാബു ആട്ടോക്കാരൻ വീട്ടുപേരാണ്.
ബേബി എന്ന് പറയുന്ന അവരുടെ പേര്, ബാബു എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡിന്റെ പേര്. ഈ ലേഡി കൈക്കാരിയാകുന്ന സമയത്ത് അവർക്ക് ഒരു 40 വയസ്സൊക്കെ പ്രായമുള്ളൂ കേട്ടാ. അതെ അതെ, ഓക്കെ ഓക്കെ, മനസ്സിലായി. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കമന്റുകൾ വഴിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏതാനും ചില കമന്റുകൾ ഞാൻ വായിക്കാം. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2010-ലും 2012-ലും ഒരു വനിതയായ ഞാൻ കാസർഗോഡ് ജില്ലയിൽ പടിമരുത സെയിൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ ട്രസ്റ്റിയായിരുന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. ദേവസിയ സെബാസ്റ്റ്യൻ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഒരു ചേച്ചി ഇത് പങ്കുവച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള പടിമരുത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള പള്ളിയാണിത്. ഇവിടെ 2010-ലും 2012-ലും ഈ സഹോദരി ട്രസ്റ്റിയായി കൈകാര്യ സ്ഥാനത്ത് സേവനം അനുഷ്ഠിച്ചു എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. ജോയൂക്കൻ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന കമൻ്റാണ് അടുത്തത്. 15 വർഷം മുമ്പ് തൃശ്ശൂർ രൂപതയിലെ ഓലാരിക്കര ഇടവകയിൽ വനിതാ ട്രസ്റ്റി ശ്രീമതി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ശ്രീമതി ലാലി ജെയിംസ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ നിയമിതയായിട്ടുണ്ട്. പിന്നീട് തുടർന്ന് വന്ന 4 വർഷങ്ങളിലും മറ്റ് 4 വനിതകൾ ട്രസ്റ്റിമാരായിരുന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇടവകയുടെ പേര് പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ രൂപതയുടെ കീഴിൽ വരുന്ന ഓലാരിക്കര ഇടവക ഞങ്ങൾ ഗൂഗിൾ തിരഞ്ഞപ്പോൾ വന്നത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഓലാരിക്കര എന്നാണ്. അറിഞ്ഞിടത്തോളം ഈ ഇടവകയിലെ കാര്യമാവാം ഈ വ്യക്തി പറഞ്ഞത്. ഔസേപ്പ് എന്ന വ്യക്തി രേഖപ്പെടുത്തിയത് നമ്മുടെ പള്ളിയിൽ 5 കൊല്ലം മുമ്പ് കൈക്കാരിയായിട്ടുണ്ട്. ഉണ്ണിമിശിഹ പള്ളി ഉളിക്കൽ എന്നായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയത്. തൃശ്ശൂർ പഴുന്നാന പള്ളി, ഏനമാവ് പള്ളി, പനമുക്ക് പള്ളി വനിതാ ട്രസ്റ്റിമാർ ഉണ്ടായിട്ടുണ്ട്. ദീജ പാവൽ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ കമന്റ് വന്നിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ ധാരാളം കമന്റുകളുണ്ട്. പക്ഷേ വർഷമോ സ്ഥലമോ പള്ളിപ്പേരോ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ കമന്റുകൾ മാത്രമാണ് വീഡിയോയിൽ തിരഞ്ഞെടുത്ത് വായിച്ചത്. എനിക്ക് ഈ കമന്റുകൾ വായിച്ചപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ കമ്മിറ്റ്മെന്റ്സ് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി അഭിമാനത്തോടെ നിങ്ങൾ പങ്കുവച്ച അറിവുകൾ നിങ്ങളിലൂടെ നമ്മളിലേക്ക് തന്നെ, നമ്മുടെ പ്രേക്ഷകരിലേക്ക് തന്നെ പങ്കുവയ്ക്കാമെന്ന് കരുതി. തുടർന്നും നിങ്ങൾ കാട്ടുന്ന ഈ പിന്തുണയും വിലയിരുത്തലുകളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് ഏറെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഓൺലൈൻ മീഡിയകൾ ഒത്തിരി വളർന്ന സമയത്ത് പൂങ്കാവിലെ കൈക്കാരൻ സ്ഥാനത്തേക്ക്, ട്രസ്റ്റി സ്ഥാനത്തേക്ക് വന്ന സുജയുടെ വാർത്ത ലോകമെങ്ങും അറിയാനിട വന്നു. അതൊരു നല്ല മാതൃകയായി ചർച്ച ചെയ്യപ്പെട്ടു. ഞങ്ങൾ ഒരിക്കൽ കൂടി സുജയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ദൈവത്തിന് സ്തുതി.